രാവിലെ ദോശ കഴിക്കാനുള്ള. എനിക്ക് വാ. എനിക്ക് വേറെ ആൾക്കാരില്ല. അവിടെ ആരാ? അയ്യോ, അമ്മയ്ക്ക് ആകെ ഓർമ്മയുള്ളത് ഈ ബീന കൊച്ചിനെ മാത്രം എപ്പോഴും പേര്. ഇടയ്ക്കിടയ്ക്ക് വീടൊക്കെ ഒന്ന് മാറി നോക്കണം. എന്നിട്ട് സുഖം എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ നിൽക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്നാ നമുക്ക് മനസ്സിലായില്ലല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. നല്ല പ്രഭാതം. നല്ല പ്രഭാതം. പ്രഭാതം രാവിലെ അല്ലേ? നേരം വെളുത്തല്ലേ ഉള്ളൂ. അതാണ് നല്ല പ്രഭാതം ഇംഗ്ലീഷിൽ പറയണതാണ്. ഗുഡ് മോർണിംഗ് അല്ലേ? ഇന്നലെ കിടന്ന് ഉറങ്ങിയാ? ഇല്ലല്ലോ. ഇന്നലെ ഉറങ്ങിയില്ലല്ലോ. വൈകിട്ട് 1 മണി വരെ പ്രാർത്ഥനയും പരിപാടിയൊക്കെ ആയിരുന്നല്ലോ. ബന്ധപ്പെട്ട് വരുന്ന കിടക്കുവാണോ? ആണോ? ബന്ധപ്പെട്ടവരാരൊക്കെയാ? അപ്പോൾ അമ്മ രാവിലെ എണീറ്റ് വരുന്നു. ഇന്നലെ വൈകിട്ട് ഉറങ്ങിയില്ലായിരുന്നു. 1 മണി വരെ അല്ലേ? 1 മണി വരെ പ്രാർത്ഥനയും പരിപാടിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. ജോമളെ ഉറക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നീലിക്കുഞ്ഞ് സാവധാനം വരുന്നുണ്ട്. ഇന്ന് രാവിലെ ദോശ കേട്ടോ. എന്തുവാ 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 കേൾക്കുന്നൊന്നുമില്ലേ? എന്നാന്ന് ഏലിക്കുട്ടിയോടാ ചോദിച്ചത്. എന്നാന്ന്? ദോശക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഈ തണുപ്പ് പഠിച്ച് എവിടെ പോവാ? ഈ തണുപ്പ് പഠിച്ച് എവിടെ പോവാന്ന് അത് ഞാൻ ചോദിച്ച എവിടെ പോവാന്ന്. ദോശ ഇടാൻ പോവല്ലേ? രാവിലെ ഏലിക്കുട്ടി കൊണ്ട് ദോശ തുടിച്ചേക്കാം. നടന്നു തന്നെയാ. ദോശ ദോശ ഉണ്ടാക്കാവോ നമ്മ? ദോശ ദോശ പിന്നെ അമ്മയല്ലേ പറയണ്ടേ ഞങ്ങളുടെയാണോ ഇല്ലെന്ന്? ഞങ്ങളുടെയാണോ ആരുടെയാണെന്ന് അമ്മയല്ലേ പറയേണ്ടത്? രാവിലെ എവിടെ പോകാനാ പോസ്റ്റ് വർക്കിയൊക്കെ ഇറങ്ങിയത്? ആണോ? ഞാനവർക്ക് പോവായിരിക്കും. ആണോ? ഇനിയും വീട് മാറണം. ഇനിയും വീട് മാറണം. ഇടയ്ക്കിടയ്ക്ക് അമ്മ വീടൊക്കെ മാറി നിക്കട്ടെ. എവിടെ സുഖം നോക്കിയിട്ട് അവിടെ നിക്കാം സ്ഥിരമായിട്ട്. എന്താമ്മേ ഞാൻ അങ്ങനെയാ പറയണത്. ഇടയ്ക്കിടയ്ക്ക് വീടൊക്കെ ഒന്ന് മാറി നോക്കണം. എന്നിട്ട് സുഖം എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ നിക്കുക. സുഖമുള്ള വീട്ടിൽ നിക്കുക. ഒരു ദിവസം പോയി നിന്നാ സുഖം അറിയാൻ പറ്റും. അവരെ 1 മാസം 1 വർഷമൊക്കെ പോയി നിക്കണം. എവിടെ പോയി നിൽക്കും? അപ്പൊ സുഖം അറിയാൻ പറ്റും. ബാ ദോശ ഇടാം. ബാ വരുന്നുണ്ടാ? വേണ്ടെന്ന്. എന്നാ ഇന്ന് കുളിക്കണം കേട്ടോ. വെയിൽ തെളിയുന്നുണ്ട്. ഇന്ന് കുളിക്കണം. ആ, ഒരു ഉച്ചയാകുമ്പോ കുളിക്കണ്ടേ? വേറെ ദിവസമായില്ലേ കുളിച്ചിട്ട്? മഴയാണെങ്കി അമ്മ കുളിക്കത്തില്ല. മഴയാണെങ്കിലേ അമ്മയ്ക്ക് തണുപ്പാന്ന് പറയും. വെയിൽ ഇന്ന് തെളിയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രധാന പണി എന്ന് പറയുന്ന അമ്മേനെ കുളിപ്പിക്കുക എന്നുള്ളതാ. വെള്ളം ചൂടായി കുളിക്കണം. വെള്ളം ചൂടായി കുളിക്കണം. അങ്ങനെയൊക്കെയല്ലേ കുളിച്ചോണ്ടിരിക്കണം. അങ്ങനെയൊക്കെയാ കുളിച്ചോണ്ടിരിക്കണം. അല്ലാതെ തണുത്ത വെള്ളത്തിലല്ല വിളിക്കുന്നേ. ദോശയുടെ ഓർമ്മയൊക്കെ ഞങ്ങളുടെ അമ്മ വീട്ടിലെ ഉണ്ടായിരുന്ന സമയത്താണ് അല്ലേ? അമ്മ വീട്ടിലേ ചായക്കടയിലോട്ട് രാവിലെ അമ്മയും ചേച്ചിയൊക്കെ കൂടി ഇരുന്ന് ദോശ ഇടും. ഞങ്ങളിവിടെ ഉള്ളപ്പം ചായക്കടയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞുള്ള വീട്ടിലോട്ടുള്ള ദോശ എടുത്ത് വെച്ചേക്കും. ദോശ അപ്പമൊക്കെ ആയിരിക്കും മിക്കവാറും അവിടെ. അപ്പം വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ചായക്കടയിലോട്ടുള്ള എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അവിടെ ഉണ്ടാക്കാനുള്ള സൗകര്യമില്ല. ചായ അടിക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം വീട്ടിൽ ഉണ്ടാക്കി പോകണം. അപ്പോൾ രാവിലെ എവിടെയാ? ഇവിടെ ഏലിക്കുട്ടി. ഏലിക്കുട്ടി പിന്നെ ആരാ? പിന്നെ ഇവിടെ നിൽക്കുന്ന ആരാ ഇപ്പം? ഇവിടെ പിന്നെ നിൽക്കുന്ന ആരാ ഇപ്പം? അമ്മ ഇവിടെയല്ലേ നിക്കുന്നേ? പിന്നെ ഇപ്പൊ നിപ്പുണ്ടല്ലോ ഇവിടെ.
ഇപ്പൊ ഇവിടെ നിപ്പുണ്ടല്ലോ. അത് ഇച്ചിരി നേരം നിൽക്കുന്നില്ലല്ലോ. ഇച്ചിരി നേരം നിൽക്കുന്നതാണോ? ഇപ്പം ചോദനല്ലോ. ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. കിടക്കേന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നതാന്നേ. ഉറങ്ങിയിട്ടോ? ആ, രാത്രിയല്ലായിരുന്നോ? നേരം വെളുത്തു ഇങ്ങോട്ട് പോന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങ് പോന്നു. അതങ്ങനെയാ. ആ, അങ്ങനെയാ. പിന്നെ ആരാ അവിടെ താമസിക്കുന്നത്? നീ എഴുന്നേറ്റ് ഓരോ നടക്കുമല്ലേ. ആ, ഓരോന്ന് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് ഓരോ ജോലികൾ ചെയ്യുക. അങ്ങനെയാ മനുഷ്യര്. അങ്ങനെയാന്നേ മനുഷ്യര്. ദോശ ഇട്ടാലോ? ദോശ ഇടാൻ കൂടുന്നുണ്ടോ? എന്റെ വീടല്ലോ ആ, അല്ലേ? എന്റെ വീടല്ല. മോഹം മാറി പറയുന്നേട്ടോ. ഉണ്ട്, ദേ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നുണ്ടല്ലോ. അമ്മേനെ കണ്ടില്ല, ദേ ആ മുറിയിൽ ഒരു ചക്ക കൊച്ചു കിടപ്പുണ്ട്. കുടുംബമായിട്ട് താമസിക്കുന്ന ആ അതെ നീ. നിങ്ങളാ? ആ നമ്മള് നിങ്ങൾ ആരാന്ന് മനസ്സിലായോ? നിങ്ങൾ ആരാന്ന് മനസ്സിലായി? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ മനസ്സിലായില്ല. മനസ്സിലായില്ല. ഇതോ ഈ കോല് പിടിച്ച് നിൽക്കുന്നതിനെ കണ്ടിട്ടുണ്ടോ? ഈ കോലും പിടിച്ചോണ്ട് നിൽക്കുന്നതിനെ കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ആരാന്ന് അറിയത്തില്ല. അങ്ങനെയല്ലേ? പേരും പെരുപ്പെന്നും അറിയത്തില്ല. ഇത് ജോമോൻ. വീടും അറിയാം. ജോമോൻ ഞാറുകുളത്ത് മുദ്രക്കട്ടയിലെ ഏലിക്കുട്ടിയുടെ മകൻ ജോമോൻ. ഇത് നോക്കിക്കേ, ഇനി നോക്ക്. ഇത് മനസ്സിലായോ? അത് ആ കുക്കർ ചീറ്റുന്നതാ, സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കുക. ഇങ്ങനെ നോക്കിക്കേ, എന്റെ ദോശ കഴിഞ്ഞു പോകും. ഓക്കെ. ദോശ രാവിലത്തെ ദോശ റെഡിയായിരുന്നു. വെളിക്കൊണ്ട് നിൽക്കേ. ഇത് ജോമോൻ, അമ്മയുടെ മകൻ, ഏലിക്കുട്ടിയുടെ മകൻ ജോമോൻ, ഞാറുകുള ഉദ്രക്കട്ടയിലെ. ഇത് ഞാൻ. ആരാ? ഇതിന്റെ ഭാര്യ, ഈ ജോമോന്റെ ഭാര്യ. അറിയാവോ എന്നെ? ഇതിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അവിടെ വരെ ഒരു കൊച്ചു കിടപ്പുണ്ട്, ഒരു ചെറുക്കൻ കൊച്ചു മൂടി പൊതഞ്ഞ്. അത് ഉറക്കണതാ, നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. ആ, അത് ഞങ്ങളുടെ മകൻ. പിന്നെ ഒരു മകളും കൂടെ ഉണ്ട്. അമ്മ അറിയോ? വിവീന. അറിയോ അമ്മേ? അവന്റെ അടുത്തോട്ട് പോവാണ്. കിടപ്പുണ്ടോ? ആ, ആരാ അത്? നമ്മുടെ പ്രിയപുത്രനല്ലേ? ആ, അല്ല, ഇവിടെ ഇപ്പോൾ ഉള്ളാത്ത അമ്മനെ നോക്കണവനല്ലേ ഇവനല്ലേ? അവളും പുറത്തും കൂടി കിടക്കുക. തണുപ്പൊക്കെ അല്ലായിരുന്നു. പിള്ളേരൊക്കെ കിടക്കാൻ വരുമ്പോഴേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പനും അമ്മയൊക്കെ ഇല്ലേ? പിന്നെ അപ്പനും അമ്മയും നിൽക്കുന്നത്. അവരെ നോക്കണ്ടേ? പിന്നെ അവരെ നോക്കണം, അതിനല്ലേ പഠിപ്പിക്കുന്നേ. ജോലിക്ക് നോക്കുമല്ലോ, നമുക്ക് പറയാൻ പറ്റുമോ? ഏലിക്കുട്ടീനെ ഇപ്പൊ ഏലിക്കുട്ടിയുടെ മക്കൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞേ, ഞങ്ങളെയൊക്കെ അവര് നോക്കണമെന്നുണ്ടോ? ഏലിക്കുട്ടിയുടെ മക്കൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞേ, ഞങ്ങളെ വല്ലവരും നോക്കണമെന്നുണ്ടോ? ആ, നിങ്ങളെ മക്കൾ നോക്കുവോ? ആർക്കറിയാം, ഞാനതൊന്നും മനസ്സിൽ കരുതുന്നില്ല കേട്ടോ. നമ്മുടെ മക്കളല്ലേ നമ്മൾ നോക്കുന്നത്, നമ്മുടെ കാരണവന്മാരെ നോക്കുന്നത്. പാരമ്പര്യമല്ലേ? അതൊക്കെ ശരിയാ, അതൊക്കെ പണ്ടായിരുന്നു. ഇനിയുള്ള തലമുറയിലൊന്നും ഉണ്ടാകില്ല. എല്ലാവർക്കും ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെ നോക്കണമെന്നും പറഞ്ഞ് സ്വന്തം കാരണവന്മാരെയൊക്കെ ബഹുമാനിച്ച് അവരെ അനുസരിച്ച് അവരെ നോക്കി അന്വേഷിച്ച് വിടുക എന്നുള്ളത് അതൊക്കെ ശരിയാ. അതൊക്കെ ഇപ്പൊ കാലഘട്ടമൊന്നും ഇല്ല. വലിയ പുണ്യപ്രവൃത്തിയാണ്. ആ, അതൊക്കെ ശരിയാ, പുണ്യപ്രവൃത്തി ഇരിക്കുക. പക്ഷെ പുണ്യപ്രവൃത്തി ചെയ്യാൻ ആള് കുറവാ ഇപ്പൊ. പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യാൻ ഇപ്പൊ ആൾക്കാർ കുറവാ. എല്ലാവർക്കും മടിയാ. അവരവരവരുടെ എന്താ പറയാ ഇഷ്ടം പോലെ ജീവിക്കണമെങ്കിൽ കാരണവന്മാരെ നോക്കിക്കൊണ്ടിരുന്നാലൊന്നും പറ്റിയല്ല. കുറെ സഹനങ്ങൾ വേണം കാരണവന്മാരെ നോക്കുന്നതിന്. മനസ്സിലായോ? അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവര് വേണ്ടെന്ന് വെക്കണം. കാരണവന്മാര് അങ്ങനെ നോക്കി നേരത്തെ അതെല്ലാവർക്കും മനസ്സിലാകണ്ടേ? അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ആയിരുന്നു. കാരണവന്മാരെ നോക്കാൻ എല്ലാവർക്കും ഇപ്പൊ മടിയാണ്. പ്രായമായവരെ വേണ്ടെന്നാണ് പറയുന്നത് എല്ലാരും. ആ, കാരണവന്മാരെ നോക്കാൻ അതാണായിരുന്നു. അല്ല, എലിക്കുട്ടി നോക്കിയിട്ടുള്ളതാന്നേ. എലിക്കുട്ടി വലിയ ഇവിടുത്തെ അപ്പനും അമ്മേനെയും നോക്കി വിട്ടത് എലിക്കുട്ടിയില്ലേ? നമ്മളിവിടെ ജീവിക്കുന്നു. ആ, നമ്മളെല്ലാരും കൂടിയല്ലേ? എലിക്കുട്ടി ഞങ്ങള് 3 ആണുങ്ങള്.
അവരെല്ലാം ഒരു സ്ഥലത്താണോ? ഇല്ലില്ല, അവരെല്ലാം വേറെ പോയി. ഓരോരോ സ്ഥലത്താ. ഏ? അവരൊക്കെ ഓരോരോ സ്ഥലത്താ. ആണോ? ഒരാൾ അപ്പുറം താമസിക്കുന്നു. അവരൊക്കെ ജോലിക്കാരാ. അവർക്കൊക്കെ ജീവിക്കണ്ടേ? അല്ല വഴക്കൊന്നുമില്ലല്ലോ. ഓ, വഴക്കൊന്നുമില്ല. വഴക്കെന്തിനാ ഉണ്ടാക്കണേ? ഒരാൾ നാട്ടിലില്ല, ഒരാൾ പുറത്ത്, മറ്റേ ആൾ അടുത്ത് താമസിക്കുന്നു. അപ്പോൾ ദോശ ചൂടാൻ കൂടുന്നില്ല അല്ലേ? ദോശ ചൂടാൻ കൂടുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നേ, അമ്മ വീട്ടിലിങ്ങനെ ഇടയ്ക്ക് അമ്മ വർത്തമാനം പറയാൻ കയറി വന്നുകൊണ്ട് വിട്ടുപോയില്ല. അമ്മ വീട്ടിലിങ്ങനെ സാധനം ഉണ്ടാക്കി രാവിലെ ഇവർ എല്ലാം ഉണ്ടാക്കി ചാക്കട്ടിലോട്ട് കൊണ്ടുപോകും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പലഹാരങ്ങൾ കഴിക്കുന്നത് അമ്മ വീട്ടിൽ ചെന്നാണ്. ഇവിടെ അമ്മ ഉണ്ടാക്കുന്നതില്ല, നമ്മൾ ഇന്നാൾ പറഞ്ഞ പോലെ ഉണ്ടയും അതുപോലെ സാധനങ്ങൾ വല്ലപ്പോഴും ഒരു ദോശയൊക്കെ അമ്മ ചൂടുള്ളൂ. പലഹാരങ്ങൾ വളരെ കുറവാണ്. അല്ല, അന്ന് പലഹാരങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇല്ലതാനേ. ഇന്ന് ഈ പുഴുക്കുകളൊക്കെ ഈസ്റ്ററിന് ക്രിസ്മസിനൊക്കെയാണ് ഞാൻ എന്റെ വീട്ടിൽ കണ്ടിരിക്കുന്നത്. അത് നമ്മള് മില്ലിലൊക്കെ കൊണ്ടുപോയി അരി പൊടിപ്പിക്കുക. അതെ അതെ അതെ, ഞാനും അങ്ങനെ ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രം പലഹാരം ഉണ്ടാക്കുന്നത്. അതെ, അന്ന് ഭയങ്കര സന്തോഷാ. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇന്നിപ്പോ എല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളായില്ല. അന്ന് സൗകര്യങ്ങളില്ലല്ലോ. അന്ന് കുടിമില്ലൊക്കെ എവിടെയാണുള്ളത്? ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ആദ്യം ഉള്ളത് കാർലിക്കാരുടെ വാണിയങ്കാവ് അമ്പലത്തിന്റെ അവിടുത്തെ പൊടിമില്ലും അവിടെ ഉണ്ടായിരുന്നു ആദ്യം. അത് അന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ല കുറുപ്പത്രയ്ക്ക് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അവിടെ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുന്നത്. അന്ന് കൊയ്ത്തുമതിയുള്ള സമയത്തെല്ലാം അവിടെ കൊണ്ടാണ് എല്ലാം നമ്മൾ ചെമ്പിനകത്ത് നെല്ല് പുഴുങ്ങിയിട്ട് ഉണങ്ങി അവിടെ കൊണ്ടേ ഇത് മെതിച്ചുകൊണ്ട്. അല്ല, അത് എന്നാ ചെയ്യുന്നതിന് നെല്ല് അരിയൊക്കെ തന്നെ എന്നാ പറയുന്നത്? നെല്ല് കുത്തുന്ന അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ജിജിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇവിടെ ആയിരുന്നു കുത്തിക്കൊണ്ടിരുന്നത്. ജിജിയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മില്ലൊക്കെ നമ്മുടെ പാടത്തെ നെൽകൃഷിയൊക്കെ നിന്നുപോയി. നെല്ല് കുത്തുന്നുണ്ടായിരുന്നു. നെല്ലുകുത്ത് ആദ്യം തുടങ്ങിയത്. നെല്ലുകുത്ത് പിന്നെ നാട്ടിൽ നെല്ലില്ലാതെ ആരും കൃഷി ചെയ്യാൻ കപ്പയിലോട്ട് അപ്പോൾ പിന്നെ അന്നും പൊടിപ്പീരിന്റെ ഇന്നത്തെ മെഷീൻ അല്ലല്ലോ അന്നത്തെ. അതായത് ആ മെഷീൻ ഒരു പൊടിച്ചു കഴിഞ്ഞാൽ വലിയ ഇതില്ല. പൾവറൈസർ വന്നപ്പോഴത്തേനാണ് പൊടിയൊക്കെ നല്ല നീറ്റായിട്ട്. പക്ഷെ ഇപ്പം ഇഷ്ടംപോലെ പൊടിയുണ്ട് താനും പൊടിക്കുന്നവർക്ക്. സർവ്വസാധനം പൊടി. പിന്നെ നേരത്തെ വേറെ കാര്യം, അന്നത്തെ കാലത്ത് പൊടിയോഗം ഇല്ലല്ലോ. അരച്ചല്ലേ ഉണ്ടാക്കുന്നേ. അന്ന് ഇവിടെ ഞാനും എൽസിയൊക്കെ എന്തോരം അരി ഇടിച്ചിട്ടുണ്ടെന്നറിയോ? ഈ വിശേഷ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും പച്ചരി കിട്ടുമ്പം ഒല്ലിനകത്തിട്ട് ഇടിക്കുക, പേറ്റും അമ്മയും കൂടെ. എന്നിട്ട് അരിപ്പ് വെച്ച് പേറ്റിക്കൊണ്ടിരിക്കും. ഒരാൾ പേറ്റും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. മുറത്തിട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ വരുന്നില്ല വയലോട്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ഈ കേൾക്കുന്നവരും കാണുന്നവരൊക്കെ ഇതൊക്കെ എല്ലാം ചെയ്തിട്ടില്ല. അവർ ഓർമ്മയിലോട്ടൊന്ന് നൊഷ്ടാൾജി ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇപ്പം ഇതെല്ലാം മാറിപ്പോയില്ലേ. ഇപ്പം നമ്മളെ കൊണ്ടൊക്കെ കൊടുത്തെല്ലാം പൊടിച്ച് സംഭവം റെഡിയായി കിട്ടും. അപ്പം അന്ന് അമ്മൂട്ടിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഇടിക്കും. എന്നിട്ട് അമ്മൂട്ടി അവലിടിയൊക്കെ ഉണ്ടായിരുന്നു. അവലൊക്കെ ഇടിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ അവലൊക്കെ ഇടിക്കാൻ കൂടുമായിരുന്നു. അവൽ ഇടിക്കുന്നതിൽ അമ്മൂട്ടിൽ അമ്മച്ചിയായിരുന്നു വിദഗ്ധയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അവിടെയാണ് കൂടുതൽ ഞങ്ങൾ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ രാവിലെ കൂടുതൽ കഴിക്കുന്നത്. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മൂട്ടിലാണല്ലോ. അമ്മൂട്ടോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും എലിക്കുട്ടിക്കകത്തോട്ട് പോയി. അപ്പോൾ എലിക്കുട്ടിനെ പറയാൻ പറഞ്ഞു ശല്യം ചെയ്യുമെന്ന് പറയണ്ടല്ലോ. എലിക്കുട്ടിനെ നമ്മളാരും ശല്യം ചെയ്യുന്നില്ല. ഫുൾ ടൈം പറയാൻ നടക്കുമെന്നൊക്കെ പറഞ്ഞ് കമന്റൊക്കെ വരുന്നുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. അറിയാൻ മേലാഞ്ഞില്ല. അമ്മ വർത്താനം പറയാതെ ഇരുന്ന് പോയത് ഒരു 5-6 മാസം അല്ലെ ഏറ്റവും കൂടുതൽ 1 വർഷത്തോളം. അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതിന് 1 വർഷത്തോളം അമ്മ സംസാരിച്ചിട്ടില്ല. ഒട്ടും സംസാരിച്ചിട്ടില്ല ആദ്യ സമയങ്ങൾ. പിന്നെ പതുക്കെ സംസാരിച്ച് കയറി വന്നതാണ്. ഇങ്ങനെ നമ്മള് വർത്തമാനം പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മളെ കൂടെ കുത്തി പറയിപ്പിക്കുമായിരുന്നു. അമ്മ ഇങ്ങനെ ചോദിച്ചു ആ അവസരങ്ങളിൽ ഒരു അവസരങ്ങളില് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതിന് സ്വൈര്യം കൊടുക്കാൻ പറഞ്ഞു. ഈ ദിവസം വന്ന കമന്റിനകത്താണ് നമ്മളിത് കണ്ടത്. പുറകെ നടന്ന് ശല്യം ചെയ്യണം, അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഓരോ സമയത്ത് ഓരോ മൂടുകളാണ്. ഇപ്പോഴും രാവിലത്തെ മൂട് കണ്ടില്ലേ? ഇന്നിപ്പം ചോദിക്കുന്ന വീട് ഇതില്ല, ആരെയും അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വന്നപ്പം എൽസി അളീനൊക്കെ വന്നപ്പോഴത്തേന് സാബുവൊക്കെ വന്നപ്പോഴത്തെ മൂട് വേറെ. ചില സമയത്ത് ദേഷ്യഭാവമുണ്ട്. മക്കളെ ഇപ്പം പേരറിയത്തില്ലേലും മനസ്സിലാവുന്നുണ്ട്. മനസ്സിൽ ബോധത്തിൽ അറിയാതെ മക്കളാന്നുള്ള കാര്യം.
ചാച്ചേട്ടാനെ ചേച്ചിനെയൊക്കെ കാണുമ്പോൾ അറിയാം. ഈ പുറകെ നടക്കണം എന്ന് പറയുന്നവരൊക്കെ വെറുതെ തോന്നലോ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ എവിടെയാ പറഞ്ഞു വീട്ടിട്ട് വന്നാളാൻ പറഞ്ഞു. മിനിഞ്ഞാന്ന് പകൽ കിടന്നുറങ്ങിയിട്ട് ഇന്നലെ വൈകിട്ട് ഉറക്കില്ലായിരുന്നല്ലേ? പകൽ ഉറങ്ങിയാൽ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഉറക്കില്ല. പക്ഷെ ഇപ്പൊ ഉറക്കം പൊതുവെ കുറവാണ്. ഉറക്കം കുറവാ. എന്നാന്ന് അറിയത്തില്ല. പകല് കിടന്നാലും ഉറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ തൂങ്ങിപ്പോയി കിടന്ന് ഉറങ്ങണം. അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഏക്ക് പോലും ചെയ്യാത്തതാ. പക്ഷെ ഇപ്പൊ അതെന്നാന്ന് എനിക്കാണേ പണി കുറഞ്ഞില്ലേ? പശു പോയതോടി പശു പോയത് 2 ദിവസമായി. പണി കുറഞ്ഞതിന്റെ ഒന്നും അല്ല. മരുന്നിന്റെ ഡോസ് കുറഞ്ഞിട്ടാണെന്ന് ഒരു സംശയമുണ്ട്. 500 കഴിച്ചുകൊണ്ടിരുന്നത് 250 ആക്കി വെച്ചില്ലേ? അതുകൊണ്ടാണോ അല്ലേ വരാത്തത്? നേരത്തെ ആക്കിയല്ലേ? ഇത് 1 മാസത്തോളല്ലേ ആയുള്ളൂ. 1 മാസത്തോളം ആയുള്ളൂ. അല്ല പൊതുവെ ഇപ്പം ഉറക്കം കുറവാ. ഈ കാലാവസ്ഥ വെച്ച് കഴിഞ്ഞാൽ തന്നെ നയിക്കണം. എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മളാ പശു അതിൻ്റെ റൊട്ടീൻ മാറിപ്പോയല്ലോ. പനി നമ്മൾ പുതിയ റൊട്ടീനിലോട്ടായി വരുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൂടിയാന്ന് തോന്നുന്നു. മറ്റേത് നമ്മളാ കൃത്യമായ ഒരു റൊട്ടീൻ ഇത്ര നാളായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരുന്നല്ലേ, പാലിച്ചുകൊണ്ടിരുന്നോണ്ടേ അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ രാവിലത്തെ കാപ്പി ദോശയും സാമ്പാറുമാണ്. കട്ടിപ്പണി ചെയ്യുന്നവർക്കൊന്നും ദോശ പറ്റത്തില്ല. കട്ടിപ്പണി ചെയ്യുന്നവർക്ക് പൊറോട്ടയൊക്കെയാണ് വരുന്നത്. 4 ദിവസത്തിന് 8 ദോശ ദോശ തിന്നണ്ടേ? ഈ വയറ്റിലോട്ട് ഇത് ചില്ലുവോ? ഒത്തിരി നാളും കൂടി എവിടെ ഉണ്ടാക്കണം? ദോശ അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ദോശയ്ക്ക് 2 ചമ്മന്തിയും വേണം, ഇതും കൂടെ വേണം. എന്നാലേ ഉള്ളൂ ദോശയ്ക്ക്. ദോശയുടെ ഒരു സാമ്പാറും ചമ്മന്തിയും വേണം, എന്നാലേ ഒരു സുഖമുള്ളൂ ദോശ. അമ്മയുടെ തന്നെ സ്ഥിരമായിട്ട് കാണുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു ബോറിംഗ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം അതിനൊരു റിലാക്സേഷൻ കൂടെ ആയിക്കോട്ടെ എന്ന് ഓർത്താണ് ഞങ്ങളുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നത്. അപ്പം എല്ലാം കൂടി മിക്സ് ആകുമ്പോഴത്തേനും കാണാനും ഒരു സന്തോഷമുണ്ട്, ബോറടിക്കുകയില്ല. പാചകവുമായിട്ടുള്ള വീഡിയോകളല്ല ചെയ്യുന്നത്. നമ്മൾ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളൊരു ഫാമിലി വ്ളോഗായിട്ട് തന്നെ ആണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും കുറച്ച് പേരൊക്കെ ഇത് കാണുന്നില്ല എന്നറിയാം. എന്നാലും കുറച്ച് പേര് കാണുന്നുണ്ട്. മൊത്തത്തിൽ കാണുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ദിവസം ഒരു QA ആയിട്ട് വയ്ക്കാം, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വയ്ക്കാം. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് കുറച്ച് സംഭവങ്ങളോടൊക്കെ നമുക്ക് എടുത്ത് പറയാനും കാണിക്കാനൊക്കെ ഉണ്ട്. അതിനൊന്നും റൊട്ടീനൊന്നും ശരിയാകാത്തതുകൊണ്ടാണ്. ദോശ ചുടാൻ ചെല്ലാൻ ദോശ ചുടാൻ ചെല്ലാൻ ദോശ ചുടാൻ ചെല്ലാൻ ദോശേ ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ സാമ്പാറും ദോശയും സാമ്പാറും. രാവിലെ സാമ്പാറിനോട് അമ്മയ്ക്ക് വലിയ താല്പര്യം. അമ്മയ്ക്ക് ചമ്മന്തിയാ. അമ്മ ചമ്മന്തിയുടെ ആളാ. അപ്പോൾ സാമ്പാറിൻ്റെ പരിപാടിയിലോട്ടും കൂടെ തുടങ്ങുവാണ്. പരിപ്പ് വേവിച്ചല്ലേ? പരിപ്പ് വേവിച്ച് കുക്കറിനകത്തുണ്ടേ. സാമ്പാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ചില ഹോട്ടലിലെ സാമ്പാറിന് ഭയങ്കര പ്രത്യേകത. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കഴിക്കുന്ന അത് കൂട്ടനാന്നറിയത്തില്ല. അവിടെ എന്നാണ് ജനലെല്ലാം അടച്ച കെട്ടിയോ? ജനലെല്ലാം അടച്ച കെട്ടിയോ? നേരം വെളുത്ത് വന്നാലേ ഉള്ളൂ. ജനലൊക്കെ എന്തിനാ അടച്ചത്? കാറ്റ് കയറണ്ടേ? കാറ്റ് കയറാനല്ലേ ജനലെല്ലാം തുറന്നിട്ടിരുന്നേ? കാറ്റ് കയറാനായിട്ടേ. ആ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എപ്പോൾ വന്നാലും ഈ ജനലെല്ലാം അടച്ച് പൂട്ടുക. ഞാൻ ആ ജനൽ പാളി തുറന്നിട്ടൊക്കെ ആയിരിക്കും കാറ്റ് കയറാൻ വേണ്ടി. അമ്മ അത് കാറ്റ് കയറാൻ വേണ്ടി തുറന്നിട്ടതല്ലേ? അതമ്മ അടച്ചു വെച്ചില്ലേ? ആ ജനൽ തുറന്നിട്ടിരിക്കുന്നത്. അമ്മ അത് അടച്ചില്ലേ? എന്നിട്ട് അമ്മ കട്ടണം വലിച്ചിട്ടിട്ട് പോകും. അത് നിങ്ങൾ സ്ഥിരം കാണുന്നതാണ്. എങ്കിൽ ആ എലിക്കുട്ടിയല്ലേ അടച്ചേ? എലിക്കുട്ടിയല്ലേ ഇപ്പം അടച്ചത്? ഇപ്പം അടച്ചു വെച്ച എലിക്കുട്ടിയല്ലേ? രാവിലെ അവിടെ നിന്ന് കിടക്കുന്നുള്ള വെയിലും ഇവിടെ താമസിച്ചിരിക്കുന്ന എലിക്കുട്ടി. ആ ഇതല്ലേ ഇവിടെ നിൽക്കുന്നേ? ഏയ് ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങളും ഉണ്ട് കൂടെ. ആ ഞങ്ങളൊക്കെ ഇവിടെ താമസിച്ചോണ്ടിരുന്നേ. ഞാറുകളെ ഉതിരക്കട്ട. ആ ഇവിടെ അല്ലേ? ഇവിടെയല്ലേ താമസിക്കണേ? ആ പിന്നെ പിന്നെ ഇപ്പൊ എവിടെയാന്നാ തോന്നണേ?
എവിടെയാന്നാ തോന്നുന്നേ? എന്താ വേറെ എവിടെയാന്നാ തോന്നുന്നതാ ചോദിച്ചേ. വേറെ എവിടെയാന്നാ തോന്നുന്നതെന്ന്. എന്നാ വേറെ എവിടെയാണെന്നാണ് തോന്നുന്നതെന്നാണ് ചോദിച്ചത്. വീടോ? ആ, വീടൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതല്ലേ നമ്മുടെ വീട്. ആവശ്യത്തിന് വരെ വന്നിട്ടില്ലേ? ആ, അതല്ലേ നമ്മുടെ വീട്. അത് മതിയല്ലോ. ആ, ഇതാ നമ്മുടെ വീട്. പുസ്തകമല്ല ആരുടെയാ? പുസ്തകമൊക്കെ നമ്മുടെ തന്നെയാ. എന്തുമാത്രം? ആ, പുസ്തകമൊക്കെ വായിച്ചു വേണം വളരാൻ. പുസ്തകമൊന്നും വായനയില്ല ഇന്നത്തെ പിള്ളേർക്ക്. അതുകൊണ്ട് ഇന്നത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് അറിയാനുണ്ട്. ഇവിടെ താമസിക്കുന്ന ആരാ? ഇവിടുത്തെ എലിക്കുട്ടി. ഞാനിങ്ങല്ല. പിന്നെ ആരാ ഇവിടെ താമസിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ. ഇത് എലിക്കുട്ടിയുടെ വീടാ. ഇത് എലിക്കുട്ടിയുടെ വീടാ. ഇത് എൻ്റെ ഒന്നും. പിന്നെ ആരുടെയാ? ഇവിടെ 3-4 ആണുങ്ങളുണ്ട് അവരുടെ. 3-4 ആണുങ്ങളുണ്ട്. അതിൽ ഒരാളുടെ കൂടെ എലിക്കുട്ടി താമസിക്കുന്നത്. 3 ആണുങ്ങൾ ഒരാളുടെ കൂടെയാണ് താമസിക്കുന്നത് തറവാട്ടിൽ. കേട്ടാ, 3 ആണുങ്ങളിൽ ഒരാളുടെ കൂടെയാണ് താമസിക്കുന്നത് തറവാട്ടിൽ. താമസിക്കണോ? ആ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർ ഒരാൾ അപ്പുറത്തല്ലേ താമസിക്കുന്നേ. വിദേശം വഴി പോയോ? ആ, ഒരാൾ വിദേശത്ത് പോയി. ബാക്കിയുള്ള ആൾ അപ്പുറത്ത് താമസിക്കുന്നു. എവിടെയാ? ഇത് അപ്പുറത്ത്. അമ്മ എപ്പോഴും നോക്കുന്നതല്ലേ? സാബു മോൻ. സാബു മോൻ. ആരാന്ന്? സാബു മോനെ. സാവുവോ? ആ, അവരാണ് അവിടെ ആ, സാബു അല്ലേ എപ്പോഴാണ് താമസിക്കുന്നേ? ഞാൻ തന്നെയുള്ളോ? ആര്? സാവു. സാബു തന്നെയൊന്നുമില്ല. സാബു ഉണ്ട്, സൂനയുണ്ട്, ആൽബിനുണ്ട്, ഏഞ്ചലുണ്ട്. പിള്ളേരുണ്ടോ? പിന്നെ പിള്ളേരില്ലേ? എല്ലാവരും ഉണ്ട് അവിടെ. അമ്മയും അപ്പനും ഉണ്ടോ? അമ്മയും അപ്പനൊന്നുമില്ല. അമ്മയുണ്ട്, അപ്പനില്ലല്ലോ. ഇപ്പം മരിച്ചു പോയോ? പിന്നെ ചാച്ചൻ മരിച്ചു പോയല്ലേ നേരത്തെ. നമ്മൾ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാമ്പാർ ഉണ്ടാക്കാൻ അറിയാവോ? സാമ്പാർ ഉണ്ടാക്കാൻ അറിയാവോ എലിക്കുട്ടിക്ക്? സാമ്പാറോ? ആ, സാമ്പാർ ഉണ്ടാക്കാൻ അറിയാവോ? ആരോ സാമ്പാർ വെക്കണം. ജോമോളോടെ സാമ്പാർ ഉണ്ടാക്കുക. സാമ്പാറിന് എന്നൊക്കെയാ ചേർക്കണ്ടേ? സാമ്പാറിന് എന്നതൊക്കെയാ ചേർക്കണ്ടേ? സാമ്പാർ ഇഷ്ടമില്ല, ഉം? പുളിങ്കറിയാ ഇഷ്ടം. ആ, അത് ശരിയാ. സാമ്പാറിനെ പറ്റി പറയുമെന്ന് എനിക്ക് തോന്നണില്ല. സാമ്പാറിന് എന്നൊക്കെയാ അമ്മ ഉണ്ടാക്കാൻ ചേർക്കണ്ടേ? അറിയാവോ? സാമ്പാറിനെ എന്നതൊക്കെയാ ചേർക്കണ്ടേന്ന്? സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ. അമ്മ അങ്ങനെ സാമ്പാർ ഈ ഓണത്തിനൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ അധികം സാമ്പാറൊന്നും അമ്മ ഉണ്ടാക്കിയിട്ടില്ല. പശു ഉണ്ടായിരുന്നുണ്ട്. എപ്പോഴും മോരും പുളിശ്ശേരിയായിരുന്നു ഇവിടെ. അമ്മയ്ക്ക് ഇഷ്ടം അതായിരുന്നു. എന്നാ എലിക്കുട്ടി? ഇവിടെ ആരോ താമസിക്കുന്നത്? ഇവിടെയോ? ജോമോൻ, ഞാറുകുളത്തേലെ ജോമോനാ താമസിക്കുന്നത്. ഒരാണോ കുടുംബമായിട്ട്? ആ, അവരാ കുടുംബമായിട്ട് ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കാനാണ് അമ്മ പറയണേ. കാരണന്മാരോ? കാരണന്മാർ എലിക്കുട്ടിയുണ്ട്, ജോമോന്റെ അമ്മ. കേട്ടോ, ജോമോന്റെ അമ്മ എലിക്കുട്ടിയുണ്ട്. പോരെ പോരെ പോയോന്ന്? പോരേന്ന്. മതിയോ? ആ, മതിയോ? പിന്നെ അമ്മയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കണം. അമ്മയ്ക്കും മകനും വേണമെന്ന് ചമ്മന്തി. ദോശക്കുള്ള ചമ്മന്തി. ആ, ദോശക്കുള്ള ചമ്മന്തി. ദോശക്കുള്ള ചമ്മന്തി. ചമ്മന്തിയോ? ആ, ദോശയോ? ആ. അമ്മയ്ക്ക് സാമ്പാർ ഇഷ്ടമില്ല. എനിക്കും അമ്മയ്ക്ക് സാമ്പാർ ഇഷ്ടമില്ല. സാമ്പാർ തരികയല്ല ജോമോൻ. സാമ്പാർ ഞാൻ കൊടുക്കുന്നില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ല. ജോമോന് ഞാൻ സാമ്പാർ കുടിക്കുക. സാമ്പാറും ചമ്മന്തിയും കൂടെയാണ് ഞങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അമ്മ സാമ്പാർ ചമ്മന്തി മാത്രമേ കൂട്ടത്തുള്ളൂ. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്യും ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ചമ്മന്തി തന്നെ അല്ല, സാമ്പാർ തന്നെ. അങ്ങനെയാണ്. ഇന്ന് താമസക്കാരെയാണോ അന്വേഷിക്കണം മൊത്തം? കേട്ടോ, ഇത് നമ്മൾ നമ്മുടെ പുറകെ നടന്ന് എടുക്കണം. അല്ല അമ്മ ഇങ്ങനെ പറഞ്ഞത് മൊത്തം പോയി. കുട്ടി ഒന്നും അറിയത്തില്ല. ആ വീടാരുടെയാന്ന് നോക്കി അങ്ങോട്ട് ഇറങ്ങി നിന്ന് വല്ല ഓർമ്മയുണ്ടോ നോക്കട്ടെ. അതെ അതെ, ഞാൻ പറഞ്ഞായിരുന്നു സാബുമോന്റെ വീട് ഇവിടെ താമസിക്കുന്നത്. സാബുമോനെ അവിടെ താമസിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അന്നേരത്തേനും ഓർമ്മയുണ്ടോ നോക്കട്ടെ. അമ്മനെ ഒന്ന് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെയാണ്. അവിടെ ആരും അനക്കൊന്നുമില്ല. അതുകൊണ്ട് അവരകത്തുണ്ടെന്ന് തോന്നുന്നു. ജാക്കു കിടന്നത് ചാടുന്നുണ്ട്.
എൻ്റെ വീട് എൻ്റെ വീടോ? എൻ്റെ വീട് പിന്നെ ഏതാ? ആ കാണുന്ന വീട് ഏതാ? ആ കാണുന്ന വീട് എല്ലാം പിടികിട്ടോ അത്? അതൊരു വീടാ? അതൊരു വീടാ ആ കാണുന്നത്? ഏ? അനിയൻ്റെ വീടാണ്? ഏതനിയൻ്റെ? അനിയൻ ഏതാ? അനിയൻ ഏത്? അവിടെ 3-4 ചേട്ടനിയന്മാർ. ആ അത് ഏതനിയനാ? അമ്മയുടെ അനിയനാണോ? അഴയിലൊക്കെ അരച്ചുകൊണ്ട് ആ അഴയിലൊക്കെ അലക്കി കിട്ടുന്നുണ്ട്. ഒരുത്തി കിടന്ന് കാറുന്നുണ്ടല്ലോ. പൊന്നു കിടന്ന് കാറുന്നുണ്ടല്ലോ. പൊന്നുവിനാ കാറുന്നേ. പൊന്നുവിന് ചക്കാവണ്ടലൊക്കെ കൊടുത്തിട്ട് നോക്കട്ടെ. എല്ലാം കഴിഞ്ഞോ? ഒമ്പടി കള്ളി എല്ലാം തിന്ന് കഴിഞ്ഞല്ലോ. നീ വേണമെന്നും പറഞ്ഞാണ് അറിയാന്നല്ലേ? ഞാൻ ബാക്കി കൂടെ അരിഞ്ഞ് തരാം കേട്ടോ. ചക്കാവണ്ടലേ അത് മുഴുവൻ അടിച്ചു. ബാക്കി കൂടെ കൊടുത്തേക്കാം. അവിടെ താമസിക്കുന്നതാണ് സാബു മോൻ. ആ നിങ്ങളുടെ സാബു മോനാണ് അവിടെ താമസിക്കുന്നത്. ഏ? ഞങ്ങളുടെ സ്ഥലമൊക്കെ കിടക്കണം. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലം, നമ്മുടെ സ്ഥലം. വേറെ എവിടെയാ? ഇതല്ലേ ഇതൊക്കെയാന്നേ. ഈ കാണുന്നതൊക്കെ നമ്മുടെ സ്ഥലങ്ങൾ. ഈ കാണുന്നതൊക്കെ ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണ്. ഇത് അങ്ങ് അവിടെ ഒക്കെ അതൊക്കെ നമ്മുടെ സ്ഥലം. പിന്നെ ഉള്ള ഇച്ചിരി പുറത്തല്ലേ, അങ്ങ് പടിഞ്ഞാറല്ലേ. ആ ഞങ്ങളുടെയൊക്കെ നാര്. ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ഞങ്ങളുടെയൊക്കെ? ഞങ്ങളുടെയൊക്കെ നാരാ വരാനുള്ള. ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. എല്ലാം ഞങ്ങളുമാരും ഇവിടെയുണ്ട്. ഇന്നത്തെ കൺഫ്യൂഷൻ മൊത്തം വീടിനെ കുറിച്ച് ആണല്ലേ? വീടിനെ കുറിച്ചാണ്. താമസിക്കുന്ന വീടില്ല എന്നുള്ളതാണ്. അല്ലേ? എന്നാലും ചില ദിവസങ്ങളിൽ ചില ക്വസ്റ്റ്യൻസ് മാറ്റുണ്ട്. കാണുന്നവർക്ക് അറിയാലോ. നമ്മൾ ഒരാളോട് നിന്നോണം എല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട്. പക്ഷെ പിന്നെ ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കും. അറിയാവില്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കുന്നവർക്ക് ഇതെല്ലാം അറിയാം. അല്ലാത്തവർക്കൊട്ട് അറിയത്തുമില്ല. എലിക്കുട്ടിയെ പല്ല് തേപ്പിക്കാം. എന്നാ വൈക്ക് പല്ല് തേക്കണ്ടേ? പല്ല് തേക്കൂ. കൊണ്ട വെച്ചാ പല്ല് തേക്കാൻ പറ്റുമോ? തേക്കാറായി. വാ സമയം. കാപ്പി കുടിക്കാൻ സമയമായി. ആ വീട്ടിലോട്ട് പോവാം. കാപ്പി കുടിച്ചിട്ട് വേണ്ട പോവാൻ. എന്നാ വൈക്ക് വാ. കാപ്പി കുടിച്ചിട്ടേ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. സാബുവിന്റെ വീട്ടിലോട്ടാണോ പോണേ? ആ എന്നാ കാപ്പി കുടിക്കണ്ട പോവാൻ. കാപ്പി ഇനി വിടുന്നില്ല. ഏതെങ്കിലും വീട്ടിൽ പോയാൽ മതിയോ? അങ്ങനെ വല്ലയിടത്തും കയറ്റുമോ? അങ്ങനെ വല്ലയിടത്തും ചെന്നാൽ വല്ലവരും കയറ്റുമോ? ഏത് സ്വന്തം വീട്ടിൽ പോലും നിർത്തിയില്ല. അപ്പോഴത്തേനാ വല്ല വീട്ടിലോട്ടും ചെന്നാ കയറ്റുന്നത്. നല്ല കാര്യമായി പോയി. എന്നാ ബാ ഏക്ക് പല്ല് തേക്ക്. എനിക്ക് പോകാനുള്ളതാ. പല്ല് തേക്ക്. എന്നിട്ട് നമുക്ക് കഴിക്കാം. വിശക്കാൻ തുടങ്ങി. ബാ ഉണ്ടാ. അമ്മ ഒരു കറക്കം കഴിഞ്ഞ് വന്ന് കിടക്കുവാണേ. അപ്പോൾ നമ്മൾ പല്ല് തേക്കാൻ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ ജോമോളോ ഒന്ന് വിളിക്കേണ്ടി വരും. എന്നാ ബാ ഏക്ക്. ആ ബാ ഏക്ക്. ബാ എന്നത് പല്ല് തേക്കാനേ. ബാ എന്നിട്ട് വാ. എന്നിട്ട് വാ. എപ്പൊക്കെ പല്ല് തേക്കാനായിട്ടാ? പോയി ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്തോ? എനിക്ക് വേറെ ആളുണ്ട്. ആഹാ വേറെ ആളുണ്ടോ? എന്നാ അവരെ വിളിച്ച ആരായിരുന്നു? ആൾക്കാരെയൊക്കെ വിളിച്ചേ. ആരാ അത്? ബാ ഏക്ക്. എന്നാ ഒന്ന് പല്ല് തേക്ക്. ചെയ്യാനുള്ള കാര്യം ചെയ്യുന്നതാ. വാ ദേ ഇത് ചെയ്യാനുള്ള കാര്യ. ഞങ്ങൾ ചെയ്യാനുള്ള കാര്യം ഞങ്ങളാ. ഞങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് വേറെ ആരെങ്കിലും ചെയ്യോ? എന്റെ വീട്ടോട്ട് പോവാ. വീട്ടോട്ട് പോകുന്നതിന് കുഴപ്പമില്ലെന്നേ. പല്ല് തേച്ചിട്ട് വേണ്ട പോവാൻ. പല്ല് തേച്ച് കാപ്പി കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത് കാപ്പി കുടിക്കണം എന്നിട്ടേ പോകാൻ പറ്റൂ. കാപ്പി കുടിച്ചിട്ട് വണ്ടി വരണ്ടേ? വണ്ടി വീട്ടിൽ പോണ വണ്ടി വേണ്ടേ? നേക്ക് എന്നാ നടന്നൊന്നും പോകാൻ പറ്റിയില്ല. നടന്നു പോകാൻ ആരോഗ്യമുണ്ടോ? സാബുവിനോട് വണ്ടി കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എണീക്ക്. കൊണ്ടുപോയ പല്ല് തേക്കണ എങ്ങനെയാ? പല്ല് തേക്കണ്ടേ? കടിച്ചു പൊട്ടിക്കണ്ടേ? എവിടെ കൊണ്ട വെച്ചിട്ട് കാര്യമില്ല. ഇത് പല്ല് തേക്കാനുള്ള
ആവശ്യപ്പെടുമ്പോൾ എടുക്കാതെ അപ്പം ആവശ്യപ്പെട്ട് ഇപ്പം സമയമാണ് കളര്. രാവിലെ ദോശ കഴിക്കാനുള്ള എനിക്ക് വാ. എനിക്ക് വേറെ ആൾക്കാരില്ല അവിടെ. വാ പല്ല് തേച്ച് വാ, ഞാൻ പോവുക, എനിക്ക് പോണം. നീ അത് പോ. ഞാൻ പോയേക്കുവാ. അമ്മ വന്നണ്ടേ വാ. ഇങ്ങോട്ടാ വീട്ടോട്ടോ? ആ വന്നണ്ടോ? ഞാനും പോയിട്ടുണ്ട്. ആ പിന്നെ ഇവിടെ കിടക്കുവാണോ? ഇപ്പം പറഞ്ഞ് വീട്ടിലോട്ട് പോവാന്ന് ഇവിടെ പറഞ്ഞു. കിടക്കുവാണോ? എനിക്ക് പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഭക്ഷണം തന്നിട്ട് വേണം പോവാൻ. അതിനാ പറഞ്ഞു ഏറ്റു വരാൻ. വാ. എനിക്ക് വേറെ വീട്. ആ വേറെ വീടോ ഏത് വീടാന്ന് വെച്ചാൽ കുഴപ്പമില്ല. പല്ല് തേച്ച് ഭക്ഷണം കഴിക്കും. എന്നാ പല്ല് വെച്ചിട്ട് വാ. അപ്പം ദോശയും ചമ്മന്തിയാണ് എലിക്കുട്ടി. എലിക്കുട്ടിക്ക് ദോശയും ചമ്മന്തി. സാമ്പാർ വേണ്ടല്ലോ? വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ വേണ്ട, ഇഷ്ടമില്ല. സാമ്പാർ വേണ്ടെന്ന്. സാമ്പാർ സാമ്പാർ ആ വേണ്ട. വേണ്ടേ? ദോശയും ചമ്മന്തിയും അവരോടെ എനിക്ക് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേനും കഴിക്കാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അവിടെ ആരാ? പിന്നെ അയ്യോ അമ്മയ്ക്ക് ആകെ ഓർമ്മയുള്ളത് ഈ ബീന കൊച്ചിനെ മാത്രമേ എപ്പോഴും പേര് ഓർമ്മയുള്ളതല്ലേ? അതൊരു യോഗമല്ലേ? അതൊരു അനുഗ്രഹമായിരിക്കട്ടെ അല്ലേ? അവരുണ്ട്. അവള് കോളേജിലാ പഠിക്കാൻ പോയേക്കുമല്ലേ? നേഴ്സ് ആകണ്ടേ അമ്മേ? പഠിക്കും. അത് പഠിക്കല്ലേ അമ്മേ? നേഴ്സ് ആകണ്ടേ? അമ്മയ്ക്ക് നേഴ്സുമാരെ ഗവൺമെന്റ് ജോലിക്കാരെയൊക്കെ അല്ലേ ഇഷ്ടം? ഇല്ലമ്മേ? നേഴ്സ് ആകണ്ടേ? നേഴ്സ് ഇച്ചിരി കൂടെ ചമ്മന്തി വേണോ? ഇച്ചിരി കൂടെ ചമ്മന്തി ഒഴിക്കാം. ചമ്മന്തി ഇനി ഒഴിച്ചാലേ പോള. സ്പൂൺ കൊണ്ട് കോരി. അപ്പൊ നാളത്തെ വിശേഷമൊക്കെ ആയിട്ട്, അമ്മയുടെ വിശേഷമൊക്കെ ആയിട്ട് കേട്ടോ, നാളെ കാണാം. ബൈ. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.